എല്ലാവർക്കും നമസ്കാരം. ഇന്നിവിടെ തന്നിരിക്കുന്നത് എ ബി സി എന്ന ട്രയാങ്കിളിൽ എ ബി ബി സി എന്നിവയുടെ മിഡ് പോയിൻ്റ് ആയിട്ടുള്ള പി ക്യു എന്നിവ കാണുക, അവയുടെ അകലം കാണുക. ഇതാണ്. അതിൻ്റെ ഭാഗമായി ആദ്യം തന്നെ നാം എ ബി സി എന്ന ത്രികോണം വരയ്ക്കുന്നു. അതിൽ എയും ബിയും സിയും അടയാളപ്പെടുത്തുന്നു. ഇനി എ ബിയുടെയും ബി സിയുടെയും മിഡ് പോയിൻറ്റ്സായി പിയും ക്യൂവും അടയാളപ്പെടുത്തുന്നു. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് പി ക്യു എന്നിവയുടെ കോർഡിനേറ്റ് ആണ്. അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. നമുക്കിനി കാണേണ്ടത് എ ബി എന്നീ കോർഡിനേറ്റുകളുടെ മിഡ് പോയിൻ്റ് ആയിട്ടുള്ള പി ആണ്. അതിൻ്റെ ഭാഗമായിട്ട് എയിലെ എക്സ് കോർഡിനേറ്റും ബിയിലെ എക്സ് കോർഡിനേറ്റും തമ്മിൽ കൂട്ടി അതിൻ്റെ പകുതി കാണും. അതായത് രണ്ടും 8ഉം തമ്മിൽ കൂട്ടിയതിൻ്റെ പകുതി. അതുപോലെ എയിലെ 3 എന്ന് പറയുന്ന വൈ കോർഡിനേറ്റും ബിയിലെ 5 എന്ന വൈ കോർഡിനേറ്റും തമ്മിൽ കൂട്ടുന്നു, അതിൻ്റെ പകുതി കാണും. അതായത് 2ഉം 8ഉം തമ്മിൽ കൂട്ടിയ 10ൻ്റെ പകുതി 5, 3ഉം 5ഉം തമ്മിൽ കൂട്ടിയ 8ൻ്റെ പകുതി 4. അടുത്തതായി ബി സിയുടെ മധ്യബിന്ദുവായിട്ടുള്ള ക്യൂ കണ്ടുപിടിക്കലാണ്. ഇപ്പോൾ നമ്മൾ ചെയ്തതുപോലെ തന്നെ എക്സ് കോർഡിനേറ്റുകളുടെ തുകയുടെ പകുതി അത് എക്സ് കോർഡിനേറ്റും വൈ കോർഡിനേറ്റുകളുടെ തുകയുടെ പകുതി വൈ കോർഡിനേറ്റും ആയിരിക്കും. തുടർന്ന് കാണുക. 8ഉം 4ഉം 12/2 6 എക്സ് കോർഡിനേറ്റ്, 5ഉം 7ഉം 12/2 6. അതായത് 6 6 ആണ് ബി സിയുടെ മധ്യബിന്ദുവായ ക്യൂ. അടുത്തതായി പി ക്യൂവിൻ്റെ അകലം അഥവാ ലെങ്ത് കാണലാണ്. ഇത് നമ്മൾ മുൻപ് പറഞ്ഞിട്ടുള്ളതാണ്. ഏതെങ്കിലും ഒരു വരയുടെ അകലം കാണുന്നതിനായിട്ട് കോമൺ ആയിട്ടുള്ള ഒറ്റ ഇക്വേഷൻ ഉപയോഗിക്കാം. അതായത് ഒരേ ചിഹ്നമാണ് എങ്കിൽ എക്സുകളുടെ വ്യത്യാസം കണ്ട് വർഗം, അതുപോലെ വൈകളുടെ വ്യത്യാസം കണ്ട് വർഗം കൂട്ടി അതിൻ്റെ റൂട്ട് കാണുക. ഇനി വ്യത്യസ്ത ചിഹ്നമാണെങ്കിൽ തുക കണ്ട് അതിൻ്റെ വർഗം കാണുക. ഓക്കെ, ഇത് മുന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. അതിൻ്റെ ലിങ്ക് ഇതിന് താഴെ കൊടുക്കുന്നുണ്ട്. ഓക്കെ.